മേപ്പാടിയിലെ പ്രാദേശിക ലേഖകനായ ഇല്യാസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇല്യാസ് നിരന്തരം ഈ മേഖലകളിൽ നിന്ന് വാർത്ത ചെയ്യുന്ന ആളാണ്. എന്താണ് ഇവിടെ സംഭവിച്ചതിനെ കുറിച്ച് ഇല്യാസ് ആദ്യം എത്തിയപ്പോൾ? ശരിക്ക് എളമ്പലേരി അതുപോലെ തന്നെ ചെമ്പ്ര രണ്ട് വനമേഖലേൻ്റെ ഒരു പ്രദേശമാണ്. ഫെൻസിങ് എന്ന് പറയുന്നത് ഈ ഭാഗത്തേ ഇല്ല. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന പ്രദേശമാണ്. ഇപ്പം പോലും ഈ സംഭവത്തിന് ശേഷം കുന്നമംഗലം വയലിൽ ആന ഉണ്ട്, ഇപ്പോഴും അവിടെ ഉണ്ട്. ഒരു കൂട്ടം മേലെ ഉണ്ട് എന്നാണ് പറയുന്നത്. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ സംഭവിച്ചത് ഒരു 7:30യോടുകൂടി ഇദ്ദേഹത്തെ കാണാതാകുന്നു. പ്രദേശവാസികൾ അദ്ദേഹത്തെ പല സ്ഥലത്തും തിരയുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്ത് എത്തുന്നത്. ഈ പ്രദേശത്തു നിന്നാണ് ആന ഇറങ്ങുക. എളമ്പലേരി ഭാഗത്തുനിന്ന് ആന ഇറങ്ങി ഈ ഭാഗത്തേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തെ കാണാതാവുന്നു. അപ്പോൾ ആനയുടെ കാൽപ്പാടുകൾ കണ്ടു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കാണുന്നത്. അതിനുശേഷം ഫോറസ്റ്റുകാർ ഇവിടെത്തി, നാട്ടുകാർ ഇവിടെത്തി. DFO സ്ഥലത്തെത്തണം എന്നായിരുന്നു ഇവരുടെ ഡിമാൻഡ്. അങ്ങനെ അജിത് കെ രാമൻ അല്പസമയം മുമ്പ് ഇവിടെ എത്തി. ഈ സംഭവം നടന്ന് 9 മണിയോട് കൂടിയാണ് മൃതദേഹം കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുകയാണ്. ഇതുവരെയും മൃതദേഹം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. നാട്ടുകാർ ഇപ്പോഴും അജിത് കെ രാമനെ ഉപരോധിക്കുന്ന തരത്തിലുള്ള ഇതാണ് നടക്കുന്നത്. ചർച്ച നടക്കുന്നുണ്ട്. അവരുടെ 2 ഡിമാൻഡ്: ഒന്ന് കാട്ടാനയെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ ആനയെ പിടിച്ച് മറ്റു സ്ഥലത്തേക്ക് മാറ്റണം എന്നതാണ്. ഈ 2 ഡിമാൻഡും വനം വകുപ്പിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവർ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത്. അതാണ് സാഹചര്യം. ഇരിക്കുന്നത് അത്രയും വിഷമത്തിലാണ് ഇരിക്കുന്നത്. ഒന്ന് നോക്കി നോക്കണ്ട്, ഈ ചായക്കാട്ടിലാണ് ഇരിക്കുന്നത്. മരിച്ച ആളനിയൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളും ഇതേമാതിരിക്ക് ആനേൻ്റെ ചോട്ടിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. എളമ്പലേരിയിൽ ഇങ്ങോട്ടേക്ക് ഒരു 600 മീറ്റർ ഉണ്ട്. ഈ ബദാമരത്തിന്റെ അവിടെ നിന്ന് ഒരു 600 മീറ്റർ എന്തെങ്കിലും വെളിച്ചോട്ടാണെങ്കിൽ കുറെ സമാധാനം കിട്ടും. ആർക്കും വരുന്നവർക്ക് കാണാൻ കഴിയും. ഇത് 7 മണിക്ക് 7:30 മണിക്ക് വന്ന ആനയാണ്. ഈ ഭാഗത്തൊന്നും തെരുവിളക്കില്ല, ഒരു തെരുവിളക്കുമില്ല. ആര് ചെയ്യുന്നു? അടിക്കടി ആനന്റെ മുന്നിൽ പെട്ടിട്ടാണ് കോളനിക്കാർ ജീവിക്കുന്നത്. കോളനിയിലുള്ള ഒരു മനുഷ്യന്മാരല്ലേ, റോഡ് പോലും ഇല്ല. ഫോറസ്റ്റിലെ ജോലിക്കാരൻ? ഫോറസ്റ്റ് ജോലിക്കുണ്ടായിരുന്നു, ഇപ്പൊ റിട്ടയർഡായി. അതായത് ഈ പ്രദേശത്ത് സുരക്ഷയില്ലാത്തൊരു കാര്യം കൂടിയാണ് ആളുകൾ പറയുന്നത്. ഇങ്ങോട്ട് മേപ്പാടിയിൽ നിന്ന് നടന്നു വരുമ്പോഴൊക്കെ വെളിച്ചമില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. തൊട്ടടുത്ത ആനയുണ്ടെങ്കിൽ പോലും കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിൽ വളരെ ഒരു വെല്ലുവിളിയുള്ള സാഹചര്യമാണ്. എല്ലാ ദിവസവും രാത്രി അറുമുഖൻ 50 വർഷമായി തമിഴ്നാട് സ്വദേശിയാണ്. അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയിട്ട് 50 വർഷമായി വയനാട്ടിൽ തന്നെയാണ്. അവിടെ ജോലി ചെയ്ത് വരികയായിരുന്നു. എന്നും വരുന്ന പോലെ പതിവ് പോലെ തിരികെ പോകുന്നതാണ് കടയിൽ നിന്നും. അതിനിടയിലാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായത്. അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹത്തിന്റെ അനുജൻ അവിടെ തന്നെ ഉണ്ട് എന്നും ആളുകൾ പറയുന്നുണ്ട്. ഇത് മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കുന്നില്ല നാട്ടുകാർ. 2 ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒന്നെങ്കിൽ ആനയെ വെടിവെക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം, ആ സ്ഥലത്ത് നിന്ന് മാറ്റണം. 2 ആനകൾ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം, ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അറുമുഖൻ അദ്ദേഹമാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 8 മണിയോടുകൂടിയാണ് സംഭവം. ഈ ആനയുടെ അലച്ചിൽ കേട്ടിട്ട് നാട്ടുകാർ തന്നെയാണ് അങ്ങോട്ടേക്ക് വന്ന് നോക്കിയപ്പോൾ ഈ മരിച്ച അവസ്ഥയിൽ അറുമുഖനെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. നിരന്തരം ആന വരുന്ന പ്രദേശമാണെന്നുള്ള കാര്യവും ആളുകൾ പറയുന്നു. വയനാട്ടിൽ തന്നെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എത്രാമത്തെ ആളാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുകയല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരമില്ല. പടക്കം പൊട്ടിച്ച് ആനയെ ഓടിക്കുമെന്നല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. ആന വീണ്ടും കയറി വരുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറയുകയാണ്. ഞങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനാകുന്നില്ല, നടക്കാനാകുന്നില്ല, രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാനാകുന്നില്ല എന്നുൾപ്പെടെയുള്ള അവരുടെ സങ്കടങ്ങളാണ് കേൾക്കുന്നത്. കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കമൽ, അദ്ദേഹത്തിന്റെ സഹോദരൻ അവിടെ ഉണ്ട് നേരത്തെ പറയുന്നത് കേട്ടു. സഹോദരൻ തന്നെയാണോ? ഇനി ഇപ്പോൾ മറ്റ് അധികൃതരൊക്കെ അങ്ങോട്ടേക്ക് എത്തേണ്ടി വരും. എന്തായാലും സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികളോ വനംവകുപ്പിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ അങ്ങോട്ടേക്ക് എത്തിയാൽ മാത്രമേ ഇനിയൊരു തീരുമാനത്തിലേക്ക് നാട്ടുകാരെത്തൂ. അവർക്ക് ചില ഉറപ്പുകൾ കൊടുക്കേണ്ടി വരും. ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ മൃതദേഹം അവിടുന്ന് മാറ്റാനാകൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. 2 കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒന്നെങ്കിൽ ആനയെ വെടിവെക്കണം, മറ്റൊന്ന് അവിടെ നിന്ന് മാറ്റണം. ഒപ്പം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകേണ്ട നഷ്ടപരിഹാരത്തെ പറ്റിയും. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള അറുമുഖനാണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്.